ഹലോ ഗായ്സ്, നമ്മൾ കുളപ്പുള്ളിയുള്ള മറൈൻ എക്സ്പോ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് കടന്നു. നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ കാണാൻ പോകുന്നത് സ്പൈക്കുട്ടനെയാണ് കേട്ടോ. ഇത് സ്പൈക്കുട്ടനെ നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ തന്നു കേട്ടോ. ആള് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ തന്നു. ഷെയ്ക്ക് ഹാൻഡ് തന്ന ഉടനെ അയാളൊന്ന് പേടിപ്പിച്ചു കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ ചെറുതായി ഒന്ന് പേടിച്ച് പുറകിലേക്ക് മാറി. പിന്നെ നമ്മൾ മീനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഇവിടെ എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 110 ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും എൻട്രൻസ് ഫീസ് വേണം കേട്ടോ. കുട്ടികൾക്ക് 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രൻസ് ഫീസ് വേണ്ട, അതിന് മുകളിലുള്ള കുട്ടികൾക്ക് മതി കേട്ടോ. പിന്നെ ഓരോ റൈഡിനും നമുക്ക് ഫീ കൊടുക്കണം കേട്ടോ. ഈ റോബോട്ടിനെയും നമ്മുടെ ഫിഷിനെയൊക്കെ കാണാൻ നമുക്ക് ക്യാഷ് ഈ എൻട്രൻസ് ഫീയിൽ ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ. ബാക്കിയുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫീസ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിതാ മീനെ കണ്ടു, ആമയെ കണ്ടു, പലതരം മീനുകളെ കണ്ടു കേട്ടോ. നല്ല രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. വലിയമ്മയൊക്കെ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ എല്ലാ അക്വേറിയത്തിലും ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതുവരെ ഒരു ചെറിയ റൈഡിൽ കയറ്റി കേട്ടോ. അവൾക്ക് കുതിരപ്പുറത്ത് കയറണം പറഞ്ഞ് വാശിയായിരുന്നു. പക്ഷേ നമ്മൾ ചെറിയ കുട്ടിയായ കാരണം ഒറ്റയ്ക്ക് ഇരുത്താനുള്ള പേടി കാരണം നമ്മൾ ഇതിലാണ് കേട്ടോ ഞാനും അവളും കൂടിയും കയറിയത്. അപ്പോൾ ആ റൈഡൊക്കെ കയറി നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവരത് കണ്ടിട്ട് നമുക്ക് ടാറ്റ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റൈഡിൽ വേറെ ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഇതുമോളും മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അഡ്വഞ്ചർ റൈഡിലാണ് കൂടുതൽ പേരും കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുട്ടികളുടെ റൈഡിൽ അധിക പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തിരക്ക് നല്ല കുറവായിരുന്നു കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ദിവസമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അത്യാവശ്യം നമുക്ക് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു പാർക്കിൽ പോയ ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. യന്ത്രഊഞ്ഞാലും റൈഡുകൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ എൻജോയ് ചെയ്യാൻ. യന്ത്രഊഞ്ഞാലും പിന്നെ ഒരുവിധം അഡ്വഞ്ചർ റൈഡ്സൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ അതൊക്കെ കണ്ട് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. വീണ്ടും മീനിനെ കാണാം. അപ്പോൾ കണ്ടോ ഒരുപാട് മീൻ മുകളിലും താഴെയായിട്ട് ഒരു സെറ്റ് ചെയ്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. 2 സൈഡിലായിട്ടായിരുന്നു നമ്മൾ അങ്ങനെ ഒരു നമ്മൾ എന്താ പറയുക ഒരു ആർച്ച് പോലെ ആക്കിയിട്ട് മുകളിൽ കൂടെ കേട്ടോ മീനുകൾ പോയിക്കൊണ്ടിരുന്നത്. നല്ല രസമുണ്ടായി, ഒരു വൈബുള്ള കാഴ്ച എന്ന് പറയുന്നത്. പലതരം ഫിഷ് ഉണ്ട് കേട്ടോ. അത് ഈൽ ഫിഷാണ്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നിനിങ്ങനെ പാമ്പ് മീൻ അങ്ങനെയൊക്കെ അവളുടെ രീതിയിൽ പറയണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് കുറച്ചൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു ടി വിയിലൊക്കെ കണ്ടിട്ട്. അതുപോലെ ഒരു സീബ്ര ഡോട്ടുള്ള ഒരു മീനെ കണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുമോൾ അതിനെ സീബ്ര ഫിഷ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും ഈ മീനെപ്പറ്റി വലിയ ഒന്നും ഇല്ലാത്ത കാരണം എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ അറിയില്ല കേട്ടോ. പിന്നെ ഒരു പാമ്പ് തലയിൽ കൂടെ ഇടണമെന്ന് അവർ ചോദിച്ചു. അങ്ങനെ ഇതുമോളുടെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും റൈഡിൽ കയറി. റൈഡ് നിൽക്കാറാകുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് കുതിരപ്പുറത്തിട്ട് കറക്കിച്ചു കേട്ടോ. ഇനി നമ്മൾ മത്സ്യകന്യകനെ കാണാനാട്ടോ പോയത്. മത്സ്യകന്യക നമുക്ക് ഹാർട്ടൊക്കെ തന്നു പോയി. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മത്സ്യകന്യക നമ്മളടുത്ത് വരും കേട്ടോ. നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഹായ് ഒക്കെ പറഞ്ഞാൽ തിരിച്ച് ഹായ് പറയണ്ടായിരുന്നു. അങ്ങനെ ഇവരൊരുപാട് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുമോൾ മത്സ്യകന്യകയ്ക്ക് ഹായ് ഒക്കെ കൊടുത്തു. നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് കേട്ടോ. ചെറിയൊരു നമുക്കൊരു മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു ട്രിപ്പായിരുന്നു കേട്ടോ.